നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കൂടോത്രത്തെക്കുറിച്ചാണ്. ഏതെങ്കിലും രാജ്യത്ത് എവിടെയെങ്കിലും നടക്കുന്ന കൂടോത്രമല്ല. നമ്മുടെ കേരളത്തിൽ കണ്ണൂരിൽ നടക്കുന്ന കൂടോത്രത്തെക്കുറിച്ച് തന്നെ. സാക്ഷാൽ കെ സുധാകരന്റെ വീട്ടിലും ഓഫീസിലും അതുപോലെ അദ്ദേഹത്തിന്റെ DCC മന്ദിരത്തിലൊക്കെയായി കൂടോത്ര വസ്തുക്കൾ കണ്ടെടുക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതിൽ കെ സുധാകരന്റെ കൂടെ സഹായിയായി സമീപ MP-യും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനുമായ ഉണ്ണിത്താനും ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ള ഒരു കൂടോത്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞോ എന്നതാണ്. കാരണം നേരത്തെ 2018 മുൻ KPCC അധ്യക്ഷനായിരുന്ന VM സുധീരന്റെ വീട്ടിൽ നിന്നും സമാനമായ ചില കൂടോത്ര വസ്തുക്കൾ ലഭിക്കുകയും എന്നാൽ അദ്ദേഹത്തിന് ഇതിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫേസ്ബുക്കിൽ അതിന്റെ ഫോട്ടോ ഷെയർ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. നിലവിൽ കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിൽ വിശ്വാസമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ചില കാലിന്റെ ഒക്കെ രൂപം ലഭിച്ചപ്പോൾ നിങ്ങൾക്ക് കാലുവേദന ഉണ്ടായിരുന്നോ എന്ന് ഇത് കണ്ടെത്തുന്ന ആൾ ചോദിക്കുകയും അപ്പോൾ എനിക്ക് കാലിന് ബലക്ഷയം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം മറുപടി പറയുന്നൊക്കെ നമ്മൾ കേട്ടതാണ്. അതിന് മുമ്പായി തന്നെ നമ്മൾ കണ്ണൂരിൽ ശക്തമായ കൂടോത്രം നടന്നു. കർണാടകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ കിങ് മേക്കർ എന്നറിയപ്പെടുന്ന കർണാടക ഉപമുഖ്യമന്ത്രി തന്നെയാണ് ശിവകുമാർ. അദ്ദേഹമാണ് പറയുന്നത് കണ്ണൂരിൽ തനിക്കെതിരെ ചില ആഭിചാര ക്രിയകൾ നടന്നിട്ടുണ്ട്, ചില മൃഗബലി ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ. എന്തായാലും സമൂഹത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടേണ്ടുന്ന അന്ധവിശ്വാസങ്ങളിൽ മുൻപിൽ നിൽക്കുന്നവയാണ് കൂടോത്രവും അതുപോലെ തന്നെ മൃഗബലിയും ആഭിചാരക്രിയയുമെല്ലാം. അത് സജീവമായി ഇന്ത്യയിലെ പുരോഗമനപരമായ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റായ അല്ലെങ്കിൽ ഇന്ത്യയിലെ നവീന ചിന്തകൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ നിലവിൽ രാജ്യം ഭരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരായി ബദലാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന കോൺഗ്രസിനകത്ത് തന്നെ അത്തരം വാദങ്ങൾ ശക്തിപ്പെട്ടു വരുന്നതിൽ ഇത്തിരി രസകരമായ കാര്യം തന്നെയാണത്. കാരണം ഇതിനൊക്കെ ബദലായി ശാസ്ത്രീയ ചിന്തയും നവീന ചിന്തയും ഒക്കെ മുന്നോട്ട് ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഒരു പ്രസ്ഥാനത്തിലെ മുതിർന്ന നേതാക്കളാണ് പരസ്പരം കൂടോത്രം വെച്ചും പരസ്പരം ആഭിചാരക്രിയകൾ നടത്തിയും ഇതുപോലെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കെ സുധാകരൻ അല്പം പേടിച്ച മട്ട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് നിന്ന് കൂടോത്ര വസ്തുക്കൾ കിട്ടുന്നു. ഈ ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തനിക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം സ്വയം വിശ്വസിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനകളും മറ്റ് വിദഗ്ധ അഭിപ്രായങ്ങൾ തേടലുമൊക്കെ അമേരിക്കയിൽ ഉൾപ്പെടെ നടത്തിയിരുന്നു. അതിൽ അദ്ദേഹത്തിന് അത്ര കാര്യമായ അല്ലെങ്കിൽ അദ്ദേഹം ഭയന്നത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേ സമയത്ത് തന്നെയാണ് ഈ കാൽ മുട്ടുവേദനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന തട്ടിപ്പ് വൈദ്യനെ പരിചയപ്പെടുന്നതും അവിടെ ചെന്ന് ചില അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളിൽ പങ്കാളിയാവുകയും അത് സംബന്ധിച്ച് കേസ് വരികയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇതെല്ലാം തന്നെ ഈ ആഭിചാരക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അതല്ലെങ്കിൽ അദ്ദേഹം ഇതിൽ യാതൊരുവിധ കാര്യവുമില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് തികച്ചും ശാസ്ത്രീയ ചിന്തകൾ വെച്ചു പുലർത്തിക്കൊണ്ട് മുന്നോട്ട് വരേണ്ടുന്ന സമയം കഴിഞ്ഞു. കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, MP ആണ്, അതോടൊപ്പം തന്നെ KPCCയുടെ അധ്യക്ഷൻ കൂടിയാണ്. എന്തായാലും ഈ പരസ്പരം കൊണ്ടും കൊടുത്തുമുള്ള ആഭിചാരക്രിയകൾ എവിടെ വരെ ചെല്ലും എന്ന് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. ആരും കൂടോത്രം ചെയ്തില്ലെങ്കിൽ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, മന്ത്രവാദത്തിലൊക്കെ വിശ്വസിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.